എടാ നാളെയെങ്കിലും അവളുടെ അടുത്ത് പോയി പറയാനുള്ള വഴി നോക്ക്. 10ാം ക്ലാസ് തുടങ്ങിയ പ്രേമമാണ്, വയസ്സ് 30ആയി, ഇനി നിനക്ക് പെണ്ണൊന്നും കിട്ടൂലേ? ചുമ്മാ. എനിക്ക് പറയണമെന്നൊക്കെ ഉണ്ട്, അവളെ കാണുമ്പോൾ പിടിവിടാ വിറയ്ക്കും. 15 വർഷമായി മാണായെ. അവളാണെങ്കിൽ കല്യാണവും കഴിഞ്ഞ ഒരു കൊച്ചുമായി, അതാണെങ്കിൽ ഇപ്പോൾ ഡിവോഴ്സ്ഡുമായി. തൂക്കിയിട്ട് നടന്നോ? വലിയ മനസ്സിൽ നിന്ന് പോകണമില്ല. നിനക്ക് നാളെയും കൂടെ ഒരു അവസരം തരും. നാളെയെങ്കിലും മര്യാദയ്ക്ക് പോയി പറയാനുള്ള വഴി നോക്ക്. ഇല്ലെങ്കിൽ മറ്റൊന്നും ഞാൻ കാണത്തുള്ളൂ, എനിക്ക് വേറെ പണിയുണ്ട്. എടാ, ഒരു ഡിവോഴ്സായ പെണ്ണിന്റെ പറയുന്ന എത്ര പയ്യന്മാര് കാണൂടാ, അവൾ എന്നെ അതുപോലെ കാണുള്ളൂ. എടാ മൈ അളിയ, നാളെ നീ അവിടെ അടുത്ത് പോയി നിന്റെ മനസ്സിലുള്ളത് തുറന്ന് പറ. അവളെ മനസ്സിൽ എന്തുണ്ടെങ്കിലും അറിയാലോ. ഇല്ലെങ്കിൽ അവളെ പോണെങ്കിൽ പോട്ട് പുല്ല് പറയല്ലേ? പറ. അശ്വതി, ഒരു 5 മിനിറ്റ് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇനി എന്താ സോനു, നിനക്ക് എന്താ വേണ്ടത്? നമുക്കൊരു ചായ കുടിച്ചിട്ട് സംസാരിക്കാം. നിനക്ക് ഇതല്ലാതെ വേറെ ഒരു പണിയില്ലേ? ഞാൻ എത്ര തവണ പറഞ്ഞത് എനിക്ക് താല്പര്യമില്ലെന്ന്. അറിയാം. പിന്നെ എന്തിനാ പിന്നെയും പിന്നെ ഇങ്ങനെ വരുന്നേ? ഒരിക്കലെങ്കിലും നീ അത് പറയുന്നത് കേൾക്കാനാ. എനിക്ക് പറയാനുള്ളത് അന്നുമില്ല ഇന്നുമില്ല. ശരി, ഇനി ശല്യം ചെയ്യില്ല. അവസാനമായിട്ടെ നമുക്കൊരു ചായ കുടിച്ചിട്ട് പിരിയാം. ശരി, ഇതോടെ തീരണം. മതി. ശരി. എന്റെ ജീവിതം പഴയതുപോലെ അല്ല. എനിക്കിപ്പോ ഒരു മോളുണ്ട്. ഞാൻ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ്ഡ് ആണ്. അതയാൾ എന്നെ ഉപദ്രവിച്ചു, പിന്നെ എന്റെ മോളെ. കുറച്ച് മാസങ്ങളെ ആവുന്നുള്ളൂ ഞാൻ സമാധാനമായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട്. അതിനുശേഷം എനിക്ക് ഒരുപാട് വിവാഹാലോചനകൾ വന്നു. പക്ഷെ ഒരാളെ എനിക്ക് വിശ്വസിക്കാൻ തോന്നിയില്ല. ഇനി ഒരാളെ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് പേടിയാ. നിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതൊന്നും നിന്റെ വാല്യൂ കുറച്ച് കാണാനായിട്ടുള്ള ഒരു കാരണങ്ങളേ അല്ല. 15 വർഷം മുമ്പ് ഞാൻ സ്നേഹിച്ച അശ്വതി തന്നെയല്ലേ നീ. നീ എനിക്കെന്നും പ്രിയപ്പെട്ടതാണ്. അതുപോലെ തന്നെ നിന്റെ മോളും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഭാഗമാകാനുള്ളൊരു അവസരമാണ് ഞാൻ ചോദിക്കുന്നത്. 15 വർഷം ഞാൻ കാത്തിരുന്നതിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവുമോ? കള്ളൻ. 15 വർഷത്തെ പ്രണയം ഇപ്പോഴാണ് വിജയിച്ചത്.